PC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 034/2023 നടന്ന ജൂനിയർ അസിസ്റ്റൻ്റ് ഓർ ക്ലർക്ക് ഓർ LD ക്ലർക്ക് തസ്തികയിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു 10 ക്വസ്റ്റ്യൻ വീതം നമ്മൾ 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻ അതിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ഓർ അധ്യക്ഷ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീ സച്ചിദാനന്ദനാണ് ആൻസർ വരുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 74ാം ഭേദഗതിയാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായ ജഡ്ജി ആര്? ഓപ്ഷൻ 4 ഉണ്ട്. ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. 25ാമത്തെ ക്വസ്റ്റ്യൻ സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1 ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. പ്രസ്താവന 2 അർഹതപ്പെട്ട സേവനം നിശ്ചിത കാല പരിമിതിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ കൊടുക്കണം. പ്രസ്താവന 3 എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശം ഇല്ലാത്ത ആശയം ഏത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സമത്വം, സാഹോദര്യം, ജനാധിപത്യം, വോട്ടവകാശം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ളത്. ഓപ്ഷൻ ഡി വോട്ടവകാശമാണ് ആൻസറായിട്ട് വരുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി തിരുവനന്തപുരം. ക്വസ്റ്റ്യൻ 28 മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 51A ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 29ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ സ്കൂളുകളുടെ മികവിൻ്റെ കേന്ദ്രങ്ങൾ ആക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. സ്വത്തവകാശം ഒരു മൗലികാവകാശമാണ്. ക്വസ്റ്റ്യൻ 31 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത് കണ്ണൂർ. ക്വസ്റ്റ്യൻ 32 എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ലൈഫ് മിഷൻ പദ്ധതി. ക്വസ്റ്റ്യൻ 33 ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 34ാമത്തെ ക്വസ്റ്റ്യൻ പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കിവച്ചിരിക്കുന്ന പ്രദേശം? ഓപ്ഷൻ ബി തട്ടേക്കാട്. ക്വസ്റ്റ്യൻ 35 മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത്? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ചെവിക്കുടയിൽ, കശേരുക്കൾക്കിടയിൽ, 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്. ഓപ്ഷൻ 4 നെയ്സൽ സെപ്റ്റത്തിൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് 1, 2, 3, 4 ഈ 4 ഭാഗങ്ങളിലും തരുണാസ്ഥികൾ കാണപ്പെടുന്നു. ക്വസ്റ്റ്യൻ 36 എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകമേത്? ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത് ഇരുമ്പ്. 37ാമത്തെ ക്വസ്റ്റ്യൻ COVID-19 കാരണമായ സൂക്ഷ്മജീവി? ഓപ്ഷൻ സി വൈറസ് ആണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1 മാത്രം, കോഴിക്കോടാണ് ആൻസറായിട്ട് വരുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് രക്തഗ്രൂപ്പ് AB.
അപ്പോൾ AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് AB രക്തഗ്രൂപ്പുകൾക്ക് മാത്രമേ രക്തം ദാനം ചെയ്യാൻ സാധിക്കത്തുള്ളേ. ക്വസ്റ്റ്യൻ 41 പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി രാജസ്ഥാനാണ് പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ്. 42 ക്വസ്റ്റ്യൻ ഭൂഗുരുത്വ ത്വരണം ജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന ധ്രുവപ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും. മൂന്നാമത്തേത് ഒരു വസ്തുവിൻ്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. നാലാമത്തെ പ്രസ്താവന ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം രണ്ടു പേർക്കും തുല്യമായിരിക്കും. ഈ 4 പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 43 ക്വസ്റ്റ്യൻ ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെൻറ്റിമീറ്ററാണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫോക്കസ് ദൂരം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിൻ്റെ വക്രതാ ആരത്തിൻ്റെ പകുതിയായിരിക്കും അല്ലേ? അപ്പോൾ വക്രതാ ആരം 40 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? 40 സെൻറ്റിമീറ്ററിൻ്റെ പകുതിയായിരിക്കും. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, 20 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യൻ 44 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിലനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്ത ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. മൂന്നാമത്തെ പ്രസ്താവന ഒരു കല്ല് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ കല്ലിനുണ്ടായ ഭാരക്കുറവ് അതിനനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. പ്രസ്താവന നാലാമത്തത് കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നത് കടൽ ജലത്തിൻ്റെയും ശുദ്ധജലത്തിൻ്റെയും സാന്ദ്രത വ്യത്യാസം കൊണ്ടാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന, ബാക്കിയെല്ലാം ശരിയാണ്. 45 ക്വസ്റ്റ്യൻ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. മൂന്നാമത്തെ പ്രസ്താവന അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാനും കഴിയും. നാലാമത്തെ പ്രസ്താവന ലിക്വിഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം ബ്യൂട്ടൈനാണ്. ഇതിലേതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ക്വസ്റ്റ്യൻ 46 താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ന്യൂക്ലിയർ ഊർജ്ജമാണ് ബ്രൗൺ എനർജി എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ 47 കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചു. അതിനു കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ഏതു വാതകം ഉണ്ടാകുന്നത് കൊണ്ടാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ക്ലോറിൻ. ക്വസ്റ്റ്യൻ 48 താഴെ തന്നിരിക്കുന്ന ലായനിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1 ലീനത്തിൻ്റെ സ്വഭാവം ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പ്രസ്താവന 2 പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലായനിയെ അതിപൂരിത ലായനി എന്ന് വിളിക്കുന്നു. പ്രസ്താവന 3 ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. പ്രസ്താവന 4 എല്ലാ ലവണങ്ങളുടെയും ലേയത്വം താപനില കൂടുമ്പോൾ കൂടുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 49 ക്വസ്റ്റ്യൻ ആറ്റം മാതൃകയുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന റൂദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജ്ജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ പ്രസ്താവന ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. മൂന്നാമത്തെ പ്രസ്താവന ബോർ മാതൃകാ പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു. നാലാമത്തെ പ്രസ്താവന
തോംസൺ മാതൃകയിൽ തണ്ണിമത്തൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1, 2, 3 ആൻഡ് 4 പ്രസ്താവനകളും ശരിയാണ്. 50-ാമത്തെ ക്വസ്റ്റ്യൻ 2022 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം കരോലിൻ ആർ ബർട്ടോസി, മോർട്ടൻ മെൽഡൻ, കെ ബാരി ഷാർപ്ലസ് എന്നിവർക്ക് ലഭിച്ചു. എന്ത് വികസിപ്പിച്ചെടുത്തതിനാലാണ് ഇവർക്ക് നൊബേൽ സമ്മാനം കിട്ടിയത്? ഓപ്ഷൻ എ ലിഥിയം അയൺ ബാറ്ററികളുടെ വികസനത്തിന്, ഓപ്ഷൻ ബി അസ്മട്രിക് ഓർഗാനോ കാറ്റാലിസിസ് വികസനം, ഓപ്ഷൻ സി ജീനോം എഡിറ്റിങ്ങിനുള്ള ഒരു രീതി വികസിപ്പിച്ചതിന്, ഓപ്ഷൻ ഡി ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ്, ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 20 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് പറഞ്ഞു പോയിട്ടുള്ളത്. വീഡിയോസൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.